നമസ്കാരം. നമ്മൾ മലയാളികൾ വിദ്യാഭ്യാസപരമായി ഒരുപാട് മുന്നിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്കുള്ളത് കേരളത്തിലാണ്. നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ബ്രെയിൻ ഡ്രെയിൻ എന്നൊരു പ്രതിഭാസമുണ്ട്. ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിലേക്ക് ഡോക്ടേഴ്സായും എഞ്ചിനീയേഴ്സായിട്ടും അല്ലെങ്കിൽ മറ്റ് ടീച്ചേഴ്സൊക്കെ ആയിട്ട് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ചേക്കേറുന്ന ആളുകളാണ്. എന്നാൽ സാമ്പത്തികപരമായി നമ്മൾ വലിയ നിലകളിൽ എത്തുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ സാമ്പത്തികപരമായി വലിയ ഉയർന്ന നിലകളിൽ എത്താതിരിക്കാൻ കാരണം നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ സാമ്പത്തിക തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം തന്നെ നമുക്ക് കറക്റ്റാക്കണം എന്നുള്ളതാണ്. സ്കൂളുകളിലൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നല്ലോണം പഠിക്കണം, നല്ല ജോലി കിട്ടണം, നല്ല ശമ്പളം മേടിക്കണം, ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. സന്തോഷ് ജോർജ് കുളങ്ങര ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തൊഴിൽ അന്വേഷിക്കുന്നവരാകാതെ തൊഴിൽ ദാതാക്കളാകാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ മറ്റുള്ള സംസ്ഥാനങ്ങളെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പം ഗുജറാത്ത് എന്നൊരു സംസ്ഥാനമുണ്ട്, അറിയാലോ. അപ്പോൾ അവിടെ 80% താഴെ ലിറ്ററസി റേറ്റ് ഉള്ളൂ. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വലിയ ബിസിനസ്സുകാരുള്ളത് ആ സംസ്ഥാനത്തു നിന്നാണ്. അപ്പോൾ ഞാൻ ഈയിടെ ഒരു ഗുജറാത്തിയെ പരിചയപ്പെട്ടു. അദ്ദേഹം സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സോളാർ ബിസിനസ്സുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഫേമുണ്ട്, പ്രോപ്പർട്ടി ഡെവലപ്മെൻ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു വൈറ്റ് കോളർ ജോലി മാത്രം നോക്കാതെ ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഒരു ബിസിനസ്സിൽ ഇപ്പം പലപ്പോഴും ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. നമ്മുടെ പാഷൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫുഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, യൂട്യൂബ് ചാനലുകളുണ്ട്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലകളിൽ ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ജോലിയിൽ കംഫർട്ടബിൾ ആണെന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ള ജോലിയിലേക്ക് നമ്മൾ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ അന്വേഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ IT മേഖലയിൽ ജോലി ചെയ്ത ചില ആളുകളൊക്കെ വെറുതെ ഒരു ഹോബിക്ക് വേണ്ടിയിട്ട് ലാൻഡ്സ്കേപ്പിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പം അവർ IT ജോലി വിട്ട് ആ ജോലിയാണ് ചെയ്യുന്നത്. അവിടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളുടെ കഴിവുകൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഒതുക്കാതെ, ഒരു ചൊല്ലുണ്ട്, ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയും. അതുപോലെ അല്ലാതെ നമ്മുടെ കഴിവുകളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ നോക്കുക. മറ്റുള്ള ഏരിയകളിലേക്ക് നമ്മളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഫ്യൂച്ചർ അവിടെയായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് പോകാൻ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.